ഇനി വരാൻ പോകുന്ന ഉത്സവം വിഷുവാണ്. അപ്പോൾ വിഷുവിന് ഒരുങ്ങുകയാണ് എല്ലാവരും. വിഷുവിന് വർണ്ണവിസ്മയം തീർക്കാൻ പടക്ക വിപണി സജീവമായിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇക്കുറി വ്യത്യസ്ത ഇനങ്ങളുണ്ട് വിപണിയിൽ. കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് നേരിയ വില വർധന ഉണ്ട് എങ്കിലും പടക്കം വാങ്ങാനെത്തുന്ന തിരക്ക് മുൻ വർഷങ്ങളെക്കാൾ ഏറിയിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മധ്യ കേരളത്തിൽ വിഷു ആഘോഷം കളറാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും പടക്കം കൂടിയേ തീരൂ. വിഷുവിന് ദിവസങ്ങൾക്ക് മുമ്പേ കൊച്ചിയിലാകെ പടക്ക വിപണി സജീവമായി കഴിഞ്ഞു. പറവൂർ, അങ്കമാലി മേഖലകളിൽ നിന്നുള്ള മൊത്തവ്യാപാരികളാണ് നഗരത്തിലടക്കം പടക്കം എത്തിക്കുന്നത്. ഇക്കുറി പുതുമയേറിയ നിരവധി ഇനം പൂത്തിരികളാണ് വിപണിയിൽ എത്തിയിട്ടുള്ളത്. പ്രണയിതാക്കൾക്ക് വിഷു ആഘോഷിക്കാനായി തയ്യാറാക്കിയ ലൗലി, വിവിധ വർണ്ണങ്ങളിൽ കത്തുന്ന അംബ്രല്ല, വാൾ, തോക്ക്, ബാറ്റും ബോളും തുടങ്ങി പുത്തൻ വിഭവങ്ങൾക്കൊക്കെയും അത്യാവശ്യക്കാർ ഏറെയാണ്. ഇപ്പൊ വരുന്നത് നമ്മളെ കമ്പിത്തിരി ഐറ്റംസിലാണെങ്കിൽ ഒരു അംബർല കമ്പിത്തിരി എന്നും പറഞ്ഞിട്ടൊരു കമ്പിത്തിരി വന്നിട്ട് നമ്മളത് കത്തിക്കുമ്പോൾ കോട്ട പോലെ കത്തുന്ന ഒരു കമ്പിത്തിരി. അതേപോലെ ലൗലി കമ്പിത്തിരി, ഒരു ലവ് സൈനായിട്ടൊരു കമ്പിത്തിരി വന്നിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ പോകുന്നതാണ്. പിന്നെ തോക്കിൻ്റെ ആകൃതിയിലുള്ള പൂത്തിരികൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ കാറിൻ്റെ ഷേപ്പിലുള്ള ഇതുണ്ട്. പിന്നെ ഗദ, വാള്, അങ്ങനെയുള്ള രീതിയിലൊക്കെ പുതിയ പുതിയ ഐറ്റംസൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഏതാനും ദിവസങ്ങളായി പടക്കം വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയോടെ തിരക്ക് കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. പടക്ക നിർമ്മാണ സാമഗ്രികളുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായെങ്കിലും നേരിയ വിലവർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും എന്നാൽ വിപണി മുൻവർഷങ്ങളെക്കാൾ സജീവമെന്നും വ്യാപാരികൾ പറയുന്നു. ഇത്തവണ വിപണി കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിലുള്ളൊരു പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോവിഡും അതും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഇങ്ങനെ ഒന്ന് കരകയറി വരുന്ന സമയമാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ വിപണി പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും എന്നാൽ ഉപഭോക്താക്കൾ ഓൺലൈൻ വിപണിയിലെ തട്ടിപ്പ് മനസ്സിലാക്കുന്നുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. അത് പലരും പറ്റിക്കപ്പെടുന്നുണ്ട്. കാരണം ഓൺലൈനിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വരുന്ന ഐറ്റം നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റം അല്ല. പല ഐറ്റം അങ്ങനെ ഒരു പരാതിയൊക്കെ വന്ന് നമ്മളുടെ അടുത്ത് ഇപ്പോൾ അത് പരാതി വന്നിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല രീതിയിലുള്ളൊരു കച്ചവടം അല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. നമുക്കതൊരു ഭീഷണിയല്ല. അത് ഭാവിയിൽ അതൊരു നല്ലതായിരിക്കുമെന്നും തോന്നുന്നില്ല. ക്യാമറാമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.